നമസ്കാരം. പ്രധാന വാർത്തകൾ. ബീഹാറിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു. രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടങ്ങി 20 മിനിറ്റ് പിന്നിടുമ്പോൾ പോസ്റ്റൽ വോട്ടുകളിൽ വ്യക്തമായ ആധിപത്യവുമായി NDA. EVM മെഷീനുകളാണ് ഇനി എണ്ണുക. തുടക്കത്തിൽ മുന്നേറ്റം നടത്താൻ ജൻസുരാജിന് സാധിച്ചിട്ടുണ്ട്. RJDയുടെ കരുത്തിലാണ് മഹാസഖ്യം പിടിച്ചു നിൽക്കുന്നത്. സംസ്ഥാനത്തെ ജനങ്ങൾ നിതീഷ് കുമാറിനെയും NDAയും വിശ്വസിക്കുന്നുവെന്ന് JDU നേതാവ് നീരജ് കുമാർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. രാവിലെ 11 മുതൽ പത്രിക നൽകാം. ഈ മാസം 21 നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി. സ്ഥാനാർത്ഥിക്ക് നേരിട്ടോ നിർദ്ദേശകൻ വഴിയോ പത്രിക നൽകാം. വരണാധികാരിയുടെ ഓഫീസിൽ സ്ഥാനാർത്ഥിയടക്കം 5 പേർക്ക് മാത്രമാണ് പ്രവേശനം. സൂക്ഷ്മ പരിശോധന ഈ മാസം 22 നടക്കും. നവംബർ 24 വരെ പത്രിക പിൻവലിക്കാം. 4ാം ക്ലാസ്സുകാരിയെ BJP നേതാവ് പീഡിപ്പിച്ച സംഭവം. പാലത്തായി പീഡനക്കേസിൽ വിധി ഇന്ന്. പ്രമാദമായ പാലത്തായി പീഡനക്കേസിൽ തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി ഇന്ന് വിധി പറയും. BJP നേതാവ് കടവത്തൂരെ K. പത്മരാജനാണ് കേസിലെ പ്രതി. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചതാണ് കേസ്. 2020 ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിലാണ് സംഭവം നടക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അടക്കം നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു. ഒടുവിൽ 2021 DYSP TK രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചത്. 2020 മാർച്ച് 17 UP സ്കൂൾ അധ്യാപകനായ കടവത്തൂർ മുണ്ടത്തോട്ടിൽ കുറുങ്ങാട്ട് കുനിയിൽ പത്മരാജൻ പീഡിപ്പിച്ചതായി പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത്. ദില്ലി സ്ഫോടനം. ഭീകരൻ ഉമർ നബിയുടെ വീട് തകർത്തു. ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ നടപടി ഘടിപ്പിച്ച സുരക്ഷാ സേന. സ്ഫോടനത്തെ ചാവേറായ ഭീകരൻ ഉമർ നബിയുടെ വീട് സുരക്ഷാ സേന തകർത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഉമർ നബിയുടെ പുൽവാമയിലെ വീടാണ് സുരക്ഷാ സേന സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തത്. ജെയ്ഷയുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഭീകരർ പാകിസ്ഥാൻ സന്ദർശിച്ചു. യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയത് ശ്രീനഗറിൽ പിടിയിലായ ആദിൽ റാത്തയുടെ സഹോദരൻ മുസാഫറാണെന്നാണ് വിവരം. ശ്രീനഗറിൽ പിടിയിലായ ആദിൽ റാത്തറെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരം ലഭിച്ചത്. ഇയാളുടെ സഹോദരൻ മുസാഫിർ റാത്തറാണ് ഭീകരർക്ക് ദുബായ്, തുർക്കി, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ പോകാൻ സൗകര്യമൊരുക്കിയത്. മുസാഫർ റാത്തറിന് ജെയ്ഷയുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മേയർ ആര്യ ഇനി കോഴിക്കോട്. മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം കോഴിക്കോട് കേന്ദ്രീകരിക്കുന്നത് പരിഗണനയിലെന്ന് വിവരം. പാർട്ടി അനുമതി നൽകിയാൽ ആര്യയുടെ താമസവും രാഷ്ട്രീയ പ്രവർത്തനവും കോഴിക്കോട്ടേക്ക് മാറ്റുന്നത് സജീവമായി പരിഗണനയിലുണ്ടെന്നാണ് വിവരം. ജീവിത പങ്കാളിയായ ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ് കോഴിക്കോട്ടും മേയറായ ആര്യ തിരുവനന്തപുരത്തുമാണ്. MLA എന്ന നിലയിൽ സച്ചിന് മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ ആര്യയുടെ ചുമതല അവസാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആര്യ മത്സര രംഗത്തില്ല. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് രാഷ്ട്രീയ പ്രവർത്തനം കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള ആലോചന നടക്കുന്നത്.